ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം, നടൻ, സംവിധായകൻ എല്ലാം പൃഥ്വിരാജാണ്. ലൂസിഫർ എന്നുള്ള ഒറ്റ സിനിമ കൊണ്ട് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ ആദ്യത്തെ സംവിധാനം സിനിമ എന്ന രീതിയിൽ തന്നെയാണ് പൃഥ്വിരാജ് പ്രശസ്തനായത്. എന്തായാലും മറ്റു പലർക്കും കഴിയാത്ത എന്തൊക്കെയോ പൃഥ്വിരാജിലുണ്ട് എന്ന് ജനം വിധി എഴുതി. അതുമാതിരിയുള്ള കളക്ഷൻ പോയിൻ്റാണ്, കളക്ഷൻ റെക്കോർഡാണ് ലൂസിഫറിലൂടെ പൃഥ്വിരാജ് സാധിച്ചെടുത്തത്. അപ്പോൾ തന്നെ അവിടെ ചർച്ചാ വിഷയമായി. ഈ ലൂസിഫർ കണ്ടിറങ്ങിയ പറഞ്ഞു ഇതിന് രണ്ടാം ഭാഗം അതിന് കൊളുത്ത് ഇട്ടതിന് ശേഷമാണല്ലോ അവർ ഈ സിനിമ കാണിച്ചിരിക്കുന്നത്. ശരിയാണ്, ആ സിനിമയ്ക്കൊരു രണ്ടാം ഭാഗമുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ പറഞ്ഞു. ആ രണ്ടാം ഭാഗം തുടക്കമിട്ടത് മോഹൻലാൽ തന്നെയാണെന്ന് ആലോചിക്കണം. മോഹൻലാലിൻ്റെ ആ തിരിച്ചു പോക്കിൽ ഏത് കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ പോയത് എന്ന് അന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു. അധിക ദിവസം കഴിഞ്ഞില്ല, അതിൻ്റെ ശില്പികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇതിന് രണ്ടാം ഭാഗം വരുന്നു, എമ്പുരാൻ എന്നാണ് പേര്. എമ്പുരാൻ അതൊരു വേറെ രീതിയാണ് മക്കളെ. മോഹൻലാലിൻ്റെ പുതിയ പരിവേഷം, പുതിയ ആക്ഷൻ സ്റ്റൈല് തുടങ്ങിയ എല്ലാം എന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് ഇല്ലേ ഇതിൽ, പൃഥ്വിരാജ് ആക്ഷൻ രംഗത്ത് ഇനിയും വരുമെന്നുള്ളതാണത്. അങ്ങനെ തന്നെ രണ്ടാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് മറ്റൊരു റെക്കോർഡ് ഭേദിക്കാൻ ഒരുങ്ങുകയാണ് പൃഥ്വിരാജ്. അതിനിടയിലാണ് സർവകാല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് നജീബായിട്ട് അഭിനയിച്ചുകൊണ്ട് പൃഥ്വിരാജ് ആട് ജീവിതത്തിലൂടെ തിരിച്ചു വന്നത്. ഇപ്പോൾ ആട് ജീവിതം കണ്ടപ്പോൾ മറ്റെല്ലാം പ്രേക്ഷകർ മറന്നു. അവിടെ ലൂസിഫർ ഇല്ല, അവിടെ മറ്റൊരു സിനിമയും ഇല്ല, അവിടെ ഒരേ ഒരു സിനിമ ആട് ജീവിതത്തിൻ്റെ പരിവേഷത്തിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും എമ്പുരാൻ വളരെ വേഗത്തിൽ മറ്റാർ കുറ്റം പറയാത്ത രീതിയിൽ അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UK അതിന് ഷൂട്ടിംഗ് ഒരുവിധം പൂർത്തിയാക്കി. അവിടെ ടൊവിനോ തോമസ് ഉണ്ടായിരുന്നു, പൃഥ്വിരാജ് ചേട്ടൻ ഇന്ദ്രജിത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരടക്കമുള്ള ഒരു ടീം അവിടുത്തെ ചിത്രീകരണത്തിന് ശേഷം തിരിച്ചു വന്നു. ഇനി എവിടെ? മറ്റു വിദേശ രാഷ്ട്രം പറയുന്നു, ചെന്നൈ പറയുന്നു, തിരുവനന്തപുരം പറയുന്നു, അങ്ങനെ കുറേ സ്ഥലങ്ങൾ. ഇവിടെ എവിടെയായിരിക്കും ഇനി അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്? ചെന്നൈയിൽ അതിൻ്റെ സെറ്റിട്ട് കഴിഞ്ഞിട്ട് കുറേ കാലമായി കാത്തിരിക്കുകയാണ്. വിദേശത്തിന് ഈ ഷൂട്ടിംഗ് നീണ്ടു പോവുകയാണെങ്കിൽ അടുത്ത തുടക്കം ചെന്നൈയിലായിരിക്കും. അങ്ങനെയാണ് ഒരു തീരുമാനിച്ചിരിക്കുന്നത്. ഏപ്രിൽ 10 മുതൽ 20 ദിവസത്തോളം ചെന്നൈയിൽ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു. അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കും? മോഹൻലാലുണ്ട്, പൃഥ്വിരാജുണ്ട്, മഞ്ജു വാര്യരുണ്ട്, അങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകൾ അവിടെയുണ്ടെന്ന് ആലോചിക്കണം. ആ 20 ദിവസ ഷൂട്ടിങ്ങിന് ശേഷം പിന്നെ അവർ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ ഒരു 40നും 50നും ഇടയ്ക്കുള്ള ഷൂട്ടിംഗ് അവിടെ നടക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ അത്ര ദിവസമായി. അപ്പോൾ കുറേ ദിവസങ്ങളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് 10-50 ദിവസം ഷൂട്ടിംഗ് ഉണ്ടാകുമ്പോൾ അവിടെ മോഹൻലാലുണ്ട്, പൃഥ്വിരാജുണ്ട്, മഞ്ജു വാര്യരുണ്ട്, ടൊവിനോയുണ്ട്, ഈ ഇന്ദ്രജിത്തുണ്ട്, സാനിയ അയ്യപ്പനുണ്ട്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടാവുമെന്ന് ആലോചിക്കണം. അപ്പോൾ ഒരു വലിയ ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിലെന്തെല്ലാമായിരിക്കും ഈ സിനിമയിൽ എന്തെല്ലാമാണ് വ്യത്യസ്തമായ കാര്യങ്ങൾ പൃഥ്വിരാജ് സംവിധാന ശൈലിയിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് പ്രേക്ഷകർ ഇപ്പോഴേ ചോദിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ ഈ സിനിമ എന്നാണ് റിലീസ് ചെയ്യുന്നത് ചോദിക്കുന്നവരുണ്ട്. എന്ന് റിലീസ് ചെയ്ത് ഇപ്പോഴേ ഞങ്ങൾ ഈ സിനിമയെ ഓൺലൈൻ ബുക്കിംഗ് ഇപ്പോഴേ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം വന്നിരിക്കുന്നുണ്ട്. പക്ഷേ ഫാൻസുകാർ പറയുന്നതോ എന്തായാലും ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ 1 മാസത്തേക്ക് ഫാൻസുകാർ തന്നെയായിരിക്കും കൂടുതൽ കാണാൻ പോകുന്നത് എന്ന് വലിയ വായിലും പടച്ചു വിടുന്നവരുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെയാണ് ആ സിനിമയുടെ അമിതമായ പ്രതീക്ഷയാണ് എമ്പുരാന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം കൊടുക്കാൻ സാധ്യതയുമുണ്ട്. ആ സിനിമയുടെ 1ാം ഭാഗം എങ്ങനെയായിരുന്നു ആലോചിക്കണം. ലൂസിഫർ ഇങ്ങനെ ഇത്രയും വലിയ വിജയത്തിലേക്ക് പോകുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? അല്ലെങ്കിൽ ആടുജീവിതം 10 ദിവസം കൊണ്ട് 100 കോടി കവിയുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറിൻ്റെ റെക്കോർഡാണ് പൃഥ്വിരാജ് നായകനായി അഭിനയിച്ച ആടുജീവിതം തകർക്കുമെന്ന് ആലോചിക്കണം. ഇത് എൻ്റെ അത്ര വലിയ കഴിവുള്ള സിനിമയാണെന്ന് പറയില്ല. പൃഥ്വിരാജ് മുമ്പും അങ്ങനെ തന്നെയാണ്.
ഈ സംവിധാനം ഞാൻ ചെയ്ത അത്രയൊരു മഹത്തരമായൊരു സംവിധാനമാണെന്ന് പറയില്ല. പക്ഷേ ഇപ്പോൾ ആടുജീവിതത്തിന് ശേഷം പൃഥ്വിരാജ് ഒരു കാര്യം വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു. ഈ ആടുജീവിതത്തെ ഒരൊറ്റ സിനിമ കണ്ടാൽ മതി പലരും സംവിധാനം ചെയ്യാൻ മടി കാണിക്കുമെന്നുള്ളത്. ഞാൻ എത്ര സിനിമ ചെയ്താലും ആടുജീവിതത്തിൻ്റെ പോലൊരു സിനിമ ചെയ്യാൻ കഴിയില്ല എന്ന് ബ്ലസ്സിയെ സാക്ഷി നിർത്തിക്കൊണ്ട് പൃഥ്വിരാജ് പ്രഖ്യാപിച്ചു എന്ന് ആലോചിക്കണം. അപ്പോൾ സംവിധാനം എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമല്ല. അന്ന് എളുപ്പമല്ലേ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. അത് രണ്ടും അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലനുസരിച്ചിരിക്കുന്ന ആലോചിക്കണം. ചില സിനിമകൾ നമ്മൾ പറയാറുണ്ട്, അടൂർ ഗോപാലകൃഷ്ണൻ്റെയും അരവിന്ദിൻ്റെയും ഷാജിയൻ കരുണിൻ്റെയും TV ചന്ദ്രൻ്റെയും അടക്കമുള്ളവരുടെ സിനിമയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ശ്യാം പ്രസാദ് അടക്കമുള്ള സിനിമയെക്കുറിച്ച് പറയാറുണ്ട്. ഓരോ സിനിമയും ഓരോ വ്യത്യസ്തമാണെന്ന് ആലോചിക്കണം. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ ലോക സിനിമ എന്ന് പറയുമ്പോഴും ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതാണ് ഇന്ത്യൻ സിനിമ, ഇതാണ് മലയാള സിനിമ, ലോകത്തിന് സമർപ്പിക്കാവുന്ന സിനിമ എന്ന് പലരും മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പറയും ഇതാണ് പൃഥ്വിരാജ് അഭിനയിച്ച നജീബിനെ അവതരിപ്പിച്ച സിനിമയാണ്, ആടുജീവിതമാണ് ഈ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട, ഇന്ത്യയുടെ പ്രിയപ്പെട്ട ലോക സിനിമ എന്ന് പറയുന്ന അവസരം എത്തി നിൽക്കുന്നു. അവിടെ എത്തി നിൽക്കുമ്പോഴാണ് അതിലെ നായകനായ പൃഥ്വിരാജ് തൻ്റെ രണ്ടാമത്തെ സംവിധാന സിനിമയായി വന്നിരിക്കുന്ന ആലോചിക്കണം. അതൊരു ഒന്നൊന്നര സിനിമയല്ല, ഒരു വലിയ വലിയ ബ്രഹ്മാണ്ഡ സിനിമയാണെന്ന് ആലോചിക്കണം. ആ ബ്രഹ്മാണ്ഡ സിനിമയിലേക്ക് കടക്കുമ്പോൾ ഇനിയും ഏകദേശം ഒരു 100 ദിവസത്തോളം ചിത്രീകരണം ബാക്കി വെച്ചിരിക്കുന്നു ആലോചിക്കണം. അപ്പോൾ ഇനിയൊരു 100 ദിവസം എമ്പുരാൻ്റെ ചിത്രീകരണം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആ സിനിമ എന്തായിരിക്കും? 2-2.5 മണിക്കൂർ സമയത്തേക്ക് വേണ്ടിയാണ് ഇത്രയോ ദിവസങ്ങൾ, ഇത്രയോ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമ എങ്ങനെയുള്ള സിനിമയായിരിക്കും എന്ന് ആലോചിക്കണം. എന്തായാലും അതൊരു വെടിക്കെട്ട് സിനിമ തന്നെയാണ്. വെടിക്കെട്ട് സിനിമയാകുമ്പോൾ തന്നെ ആർക്കും പോറലേൽക്കാതെ, അതായത് കുറച്ച് നമ്മൾ പറയല്ലേ കലയും കച്ചവടവും എന്നുള്ളത്, പൃഥ്വിരാജിന് ഈ കല കൂടി കുറച്ചും കൂടി കല ഇടകലർത്താതിരിക്കാൻ പറ്റില്ല. കാരണം തൻ്റെ സംവിധാന ശൈലി ഈ 2 സിനിമകൾ കഴിഞ്ഞാൽ, എമ്പുരാൻ കഴിഞ്ഞാൽ താൻ ഇനി ചെയ്യാനിരിക്കുന്ന മറ്റൊരു സിനിമ കുറേയും കൂടി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ രീതിയിലേക്കാണ് പൃഥ്വിരാജ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചെല്ലുന്നിടത്ത് പ്രേക്ഷകർ പറയുന്നു, ആരാധകർ പറയുന്നു, പൃഥ്വിച്ചേട്ടാ, പൃഥ്വി സാറേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഇമേജ് കാത്തു സൂക്ഷിക്കണം. കാരണം ആടുജീവിതത്തോടെ നിങ്ങളുടെ അഭിനയ ജീവിതം അവസാനിപ്പിച്ചാലും വിരോധമില്ല. കാരണം ഇതിനേക്കാൾ മീതെ നിങ്ങൾക്കിനി ചെയ്യാനില്ല. അതുപോലെ നിങ്ങൾ എമ്പുരാൻ എന്നുള്ള സിനിമ ചെയ്യുമ്പോഴും നിങ്ങളൊരു നല്ല സംവിധായകൻ എന്ന രീതിയിലേക്ക് വരണം. തനി കച്ചവട സിനിമയുടെ സംവിധാനം ആകരുത്. നല്ല സിനിമ, എ ഫിലിം ബൈ പൃഥ്വിരാജ് എന്ന് എഴുതി കാണിക്കുമ്പോൾ അതിന് എല്ലാ അർത്ഥത്തിലും മലയാള സിനിമയ്ക്ക് നൽകാവുന്ന നല്ല സിനിമ, നല്ല സംവിധായകൻ എന്നുള്ള രീതിയിലേക്ക് അടൂരിൻ്റെയും ഷാജിയൻ കരുണിൻ്റെയും ശ്യാമപ്രസാദിൻ്റെയും TV ചന്ദ്രൻ്റെയും അരവിന്ദിൻ്റെയും KS സേതുമാധവൻ്റെയും അങ്ങനെ വലിയ വലിയ സംവിധായകൻ നിലവിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിയട്ടെ എന്നാണ് പ്രേക്ഷകരടക്കമുള്ളവർ ഇപ്പോൾ പൃഥ്വിരാജിനോട് പറയുന്നത്. പൃഥ്വിരാജ് മറുപടി കൊടുത്തത് ഒരു ചിരിയിൽ മാത്രം.